ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് നൂർജഹാൻ. ഇന്ന് നമ്മൾ നോക്കുന്നത് ആലപ്പുഴയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വെസ്റ്റ് നൈൽ പനി അഥവാ വെസ്റ്റ് നൈൽ ഫീവർ എന്താണ്? ഇതെങ്ങനെയാണ് മനുഷ്യരിലോട്ട് എത്തുന്നത്? അതായത് എങ്ങനെ നമുക്ക് രോഗം പകരുന്നു, എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഈ അസുഖത്തിൽ കാണിക്കുന്നത്, എങ്ങനെ ചികിത്സിക്കാം, എന്തൊക്കെ രോഗപ്രതിരോധ മാർഗങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെസ്റ്റ് നൈൽ പനി വില്ലനോ? കേരളത്തിൽ ഇപ്പോൾ മഴക്കാലമാണ്. മഴക്കാലം പകർച്ചവ്യാധികളുടെ കൂടെ കാലമാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ കേരളത്തിന് ഏറെ പരിചയമില്ലാത്ത പനിയാണ് വെസ്റ്റ് നൈൽ പനി എന്ന് പറയുന്നത്. ഫ്ലാവി വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന വെസ്റ്റ് നൈൽ വൈറസുകളാണ് ഈ രോഗം പരത്തുന്നത്. സാധാരണ ഈ വൈറസുകൾ പ്രകൃതിയിൽ നിലനിൽക്കുന്നത് പക്ഷികളിലാണ്. എന്നാൽ വൈറസുകൾ വിവിധ തസ്തനികളിൽ രോഗം പരത്തുന്നുണ്ട്. ക്യൂലെക്സ് കൊതുകുകളാണ് പ്രധാനമായും രോഗം പടർത്തുന്നത്. ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് വെസ്റ്റ് നൈൽ പനിയും കാണിക്കുന്നത്. 1937 ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ പ്രദേശത്താണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് വെസ്റ്റ് നൈൽ വൈറസ് എന്നും ഈ രോഗത്തിന് വെസ്റ്റ് നൈൽ പനി എന്ന പേരും വന്നത്. അതിനുശേഷം 1999 ന്യൂയോർക്കിൽ USA ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. USA ഒരു മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലമായിട്ട് ഈ രോഗം നിന്നിട്ടുണ്ടായിരുന്നു. 2011 ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇതാ ആലപ്പുഴയിൽ പുതുതായി ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ രോഗം? നമ്മൾ പറഞ്ഞു പ്രകൃതിയിൽ പക്ഷികളിലാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രോഗം എങ്ങനെയാണ് മനുഷ്യരിലോട്ട് എത്തുന്നതെന്ന് നോക്കാം. അതായത് എങ്ങനെ രോഗം പകരുന്നു. ഇതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷികളാണ് ഇതിൻ്റെ റിസർവോയർ ഹോസ്റ്റായിട്ട് നിൽക്കുന്നത്. ബേർഡ്സാണ്. ബേർഡ്സിൽ നിന്ന് മസ്കിറ്റോസിലോട്ട് അഥവാ കൊതുകിലോട്ടും, കൊതുകിൽ നിന്നാണ് മനുഷ്യരിലോട്ടും, പിന്നെ സസ്തനികൾ അതായത് കുതിരകളിലോട്ടും മറ്റു മൃഗങ്ങളിലോട്ടൊക്കെ രോഗം പകരുന്നത്. ഒരിക്കലും മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് നേരിട്ട് രോഗം പകരുന്നില്ല. മനുഷ്യൻ ഈ രോഗം വരുത്തുന്നത് പ്രധാനമായും കൊതുക് കടിയിലൂടെയാണ്. ക്യൂലെക്സ് കൊതുകാണ് ഇത് പരത്തുന്നത്. ക്യൂലെക്സ് കൊതുക് രാത്രി കാലങ്ങളിലാണ് മനുഷ്യനെ കടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊതുക് നിർമ്മാർജ്ജനം ശക്തമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. വൈറസ് ബാധയുള്ള പക്ഷികളിൽ നിന്നാണ് കൊതുകിന് ഈ രോഗം പകരുന്നത്. കൊതുക് അത് മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും എത്തിക്കുന്നു. ഇതിനു പുറമെ ഗർഭാവസ്ഥയിൽ അമ്മയിൽ നിന്ന് വയറ്റിലുള്ള കുഞ്ഞിലേക്ക് പൊക്കിൾ കൊടിയിലൂടെ ഈ രോഗം എത്തുന്നുണ്ട്. ഇതുകൂടാതെ രക്തദാനം, അവയവദാനം, മുലയൂട്ടൽ വഴിയും ഈ വൈറസുകൾ പകരുന്നതാണ്. എന്തൊക്കെയാണ് ഈ രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് നോക്കാം. 80% ആളുകളിലും കാര്യമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറില്ല. ബാക്കി 20% ആളുകളിൽ ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന പനിയാണ് രോഗലക്ഷണമായിട്ട് കാണുന്നത്. രോഗലക്ഷണം ആരംഭിച്ചു കഴിഞ്ഞ് 3 മുതൽ 6 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കും. ഇനി അതിനോടൊപ്പം തന്നെ ഉയർന്ന പനി, തലവേദന, ജലദോഷം, അമിതമായ വിയർപ്പ്, ബലഹീനത, ക്ഷീണം, വീർത്ത ലിംഫ് നോഡുകൾ, മയക്കം, സന്ധികളിൽ വേദന എന്നിവയും കാണാറുണ്ട്. സാധാരണയായി മറ്റു ചിലരിൽ ഓക്കാനം, ഛർദി, വിശപ്പ് കുറയൽ, വയറിളക്കം എന്നിവ ഉൾപ്പെടെ ദഹന വ്യവസ്ഥയിലെ ലക്ഷണങ്ങളും ഉണ്ടാകാറുണ്ട്. രോഗികളിൽ 1/3 താഴെ ആളുകൾക്ക് റാഷസ് ഉണ്ടാവുന്നു അഥവാ ചൊറിച്ചിൽ കാണാറുണ്ട്. നേരിയ പനിയിൽ ആരംഭിക്കുന്ന ഈ രോഗം ചിലരിൽ പക്ഷാഘാതം, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ രോഗലക്ഷണങ്ങളിലേക്കും മാറുന്നുണ്ട്. കഠിനമായ അണുബാധ ആഴ്ചകളോളം നീണ്ടു നിൽക്കുകയും അപൂർവമായി മസ്തിഷ്കത്തിന് സ്ഥിരമായ നാശമുണ്ടാക്കുകയും ചെയ്യാം.
കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിച്ചാൽ മരണം സംഭവിക്കാറുമുണ്ട്. എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത് എന്ന് നോക്കാം. സാധാരണയായി സിറം അല്ലെങ്കിൽ CSFൻ്റെ അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ സിറോളജിക്കൽ പരിശോധനയാണ് നടത്തുന്നത്. എലൈസ പോലുള്ള സാങ്കേതിക പരിശോധനയും നടത്താവുന്നതാണ്. ചികിത്സ. മരുന്നുകളോ വാക്സിനോ ഈ രോഗത്തിന് ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് ഓരോ രോഗിക്കും നൽകുന്നത്. എന്തൊക്കെ രോഗപ്രതിരോധ മാർഗങ്ങൾ ഉണ്ടെന്ന് നോക്കാം. കൊതുകുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് പൊതുജനാരോഗ്യ നടപടികളിൽ പ്രധാനമായിട്ടുള്ളത്. കൊതുക് കടിയേൽക്കാനുള്ള സാധ്യത കുറയ്ക്കുക എന്നതാണ് വ്യക്തിഗത സുരക്ഷ. കൊതുകുകളെ അകറ്റാൻ ശരീരത്തിൽ മസ്കിറ്റോ റെപ്പല്ലൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. DEET അതുപോലെ പിക്കാരിഡിൻ എന്നിവ റെപ്പല്ലൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ലെമൺ ഓയിൽ, യൂക്കാലിപ്റ്റസ്, പാരാമെന്തൻജിയോൾ എന്നിവ കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശരീരം കവർ ചെയ്യുന്ന തരത്തിൽ ഡ്രസ്സ് ചെയ്യുന്നതും നല്ലതാണ്. കൊതുകു വല ഉപയോഗിക്കാം. കൊതുക് തിരി, വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന കൊതുക് നശീകരണ ഉപകരണങ്ങളും ഉപയോഗിക്കാം. കൂടാതെ കൊതുകിൻ്റെ ഉറവിട നശീകരണമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ മലിനജലം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളും ഒഴിവാക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രോഗത്തെ ചെറുക്കാൻ സാധിക്കും. ഇനിയും 60 വയസ്സിന് മുകളിലുള്ളവർക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്കും രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രാരംഭ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.